മച്ചാമാരെ നമുക്ക് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. വഴി നോക്കി പോകണല്ലേ? അതെ, എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, പോയി നോക്കണം. വഴിയോടെ കാണുമെന്നറിയില്ല, പണ്ടത്തെ നടപ്പുവഴിയാണ്. നമുക്കിവിടെ തൊട്ട് താഴെ ഡാമൊക്കെ ഉണ്ട്, താഴെ KCBയിലോട്ട് വെള്ളം പോണേ. അപ്പോൾ ആ വഴി കൂടെ ഒക്കെ ചെന്നിട്ട് പണ്ട് ഈ റോഡ് വന്നേക്ക് മുന്നേ ഒരു നടപ്പുവഴി ഉണ്ടായിരുന്നു. ആ നടപ്പുവഴി അത് ആ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പം സൈഡൊക്കെ അടിച്ചടിച്ച് പോയി കാണും, പോയി നോക്കണം എങ്ങനെയുണ്ടെന്നൊക്കെ. അത് തന്നെ, എത്താൻ പറ്റുന്നിടം വരെ നമുക്ക് പോയി നോക്കാം അല്ലേ? നമുക്ക് തെറ്റിയതേക്കാം, പറപ്പിച്ചേക്കാം അല്ലേ? ഒരു പിടുത്തമില്ലാത്ത വഴിയാ. ആടാ പോവാം, പറപ്പിച്ചോന്ന്. ഒരു പിടുത്തമില്ല, പറപ്പിച്ചോളെ. നമ്മൾ പണ്ട് പോയത് ഈ ലെഫ്റ്റ് വഴിയാണ് നമ്മൾ നേരത്തെ പോയത്. ഇതെന്നടാ കുഞ്ഞത്? നമ്മളിങ്ങനെ പോകൂടാ? എങ്ങനെ പോവും? ഇവിടെ കൂടെ ഇറങ്ങി നിൽക്കാം. ഇവിടെ കൂടെ ഇറങ്ങി നിൽക്കാൻ നോക്കാം. എങ്ങാനും പിടിവിട്ട് പോയാ താഴെ ചെല്ലും. ചാടിപ്പോവാന്ന് തോന്നുന്നു. ഇവിടുന്ന് പയ്യെ ചാടിപ്പോവാന്ന് തോന്നുന്നു. പോന്ന് മേഖലയിൽ നോക്കി ചെരുവ് കിടക്കണുണ്ട്, അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നേരെ താഴെ ഉരുണ്ടോ. അതെ, തോട്ടി വന്ന് വീണേ. ടാസ്ക്. ആടാ എടാ, അതിന് അതും സ്റ്റെപ്പ് അല്ലേടാ? അയ്യോ ഇപ്പൊ താഴെ പോയാലേ. ഇതതുപോലെ ബിൽഡിംഗ് അല്ലേ, KCBയുടെ ബിൽഡിങ്. ഒരിടയ്ക്ക് വെള്ളം നോക്കാൻ തന്നെയാണ്. ഡാമത്തി വെള്ളമില്ല. ഇതിലെ പോയി കഴിഞ്ഞാൽ നേരെ താഴെ പോവും, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയേ. മൊത്തം ഈറ്റയും കമ്പൊക്കെ പള്ളക്ക് കുത്തി കയറും. വെള്ളമില്ലാത്ത ഡാം കണ്ടിട്ട് വന്നാലേ? അതെ, ഡാം കണ്ടിട്ട് വരാം. എന്താ ഡാം? നല്ലൊരു കാറ്റ്, നല്ലൊരു കാറ്റ്. ശാന്തതയാണല്ലേ. ഇതാണ് ഈ പൈപ്പ് പോണത്, നേരെ KCBയിലോട്ട് പോണ പൈപ്പാണ്. ആ സാധനമൊക്കെ ഇപ്പൊ വെള്ളമില്ലാത്തോണ്ട് അവര് മേളിൽ നിന്ന് കണ്ടിട്ടേക്കുവാ. മേളിൽ നിന്ന് ഇട്ടേക്കണത്, അല്ലെങ്കിൽ ഇതിനകത്ത് കയറി കറങ്ങി പോകണതാണ്. തീരെ വെള്ളമില്ലല്ലോ. ഈ വെള്ളം താഴെ ചെന്നിട്ട് ഒരു ടാങ്ക് ഉണ്ട്, അവിടെ ചെന്നിട്ട് പിന്നെ ഫിൽറ്റർ ഹൗസിൽ പോയിട്ട് വെള്ളമായിട്ട് ടാങ്ക്. ചെറിയ സ്പീഡിൽ ഇങ്ങനെ കുഞ്ഞായിട്ട് വേണേ ചവിട്ടിക്കൊണ്ട് പോവാ അല്ലേ? വേണ്ടായിരുന്നു. പക്ഷെ അത് ചവിട്ടുണ്ടോ? അയ്യോ, കാലൊക്കെ തെറിച്ചടാ. ചാടുന്നുണ്ട് കേട്ടോ നല്ലോണം. ഞാൻ ആ സൈഡിൽ കൈ പോയി. അയ്യോ, അത് വേണ്ടായിരിക്കും കേട്ടോ. അയ്യോ, തള്ളി ഇറങ്ങിക്കോ. ട്രൈ ചെയ്ത് നോക്കാം. അവിടെ നിർത്തണം. അവൻ ഇറങ്ങിപ്പോന്നു, ലോക്കായി കാല്. ഞാൻ ഇത്തിരി അംഗം കാണിക്കാൻ നിൽക്കണല്ലോ. ഇവിടുന്ന് എനിക്ക് ചെറിയൊരു ഭയമുണ്ട്, നല്ല ഭയം. നിർത്താൻ സ്ഥലമില്ല. തിരിക്കും കൂടെ ചെയ്യണം, അതുകൊണ്ട് നേരെ തോട്ടില്ല. പയ്യെ ഇറങ്ങാം. വേണ്ട വേണ്ട, ടാസ്ക് അവരെ കാണിച്ചാൽ സീനാകും മച്ചാൻ. നമുക്ക് ഒരു കയ്യിൽ നിൽക്കണ പരിപാടി കാണിക്കാനുള്ള. ഇതൊക്കെ ഇതിലൊക്കെ കാണിച്ച് ഇതിലേ പോയി കഴിഞ്ഞാൽ നേരെ പടുതിട്ടാൽ മതി. സ്റ്റെപ്സാണ്, നൈസ് വഴിയല്ലേ നമ്മുടെ ഡാം. നമ്മൾ അവിടെ നിന്നാണ് വട്ടം കറങ്ങി അങ്ങ് പോകുന്നത്. ഇതൊക്കെ ശരിക്കും മറ്റേ പാറയൊക്കെ നല്ല കെട്ടി വെച്ചേക്കണവരുണ്ടല്ലോടാ, കയ്യാലെ കെട്ടി വെച്ചേക്കണല്ലേ പാറയൊക്കെ നല്ല ടൈപ്പ് ഇരിക്കണ. ചെറുതായിട്ട് കേട്ടോ, എന്നിട്ട് പ്ലേസ് കാണിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ പൈപ്പിൻ്റെ കാര്യം, അങ്ങോട്ട് വെള്ളം പോണേ, അതിലെ ഫുള്ള് ഇങ്ങനെ കറങ്ങി ക്രോസ് അടിച്ച് പോകണം. ഇതിപ്പോൾ അവിടെയാണ് ഇറങ്ങി വന്നേ. എന്നാൽ വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മൊത്തം ഒരു കോലാണ്. ഒന്നും കൊള്ളിയല്ലടാ, വെള്ളം കെട്ടി കിടക്കുക. വെള്ളം കൊള്ളില്ല, കളർ കണ്ടോ, പായൽ പിടിച്ച് കിടക്കുക. മൊത്തം അലമ്പാണ്. ഇനി നമുക്ക് ഇതിലേ അങ്ങോട്ട് കുറച്ചുകൂടെ പോവാം. ഇതൊരു പാലാണ്, ഇവിടെ നിന്ന് താഴെ പോയാലും മതി. ഇവിടെ എൻ്റെ കുടയനുണ്ടല്ലോ വണ്ടിയാ. അതാ ഗിയറിൻ്റെ കാരണം, ഗിയറിൻ്റെ ഇഷ്യൂ കാരണമായിരുന്നു.
ഗിയർ അവിടെ നിന്ന് ചാടിയപ്പോൾ നിന്റെ ചെയിൻ തന്നെ പോയില്ലേ? ആ എൻ്റേത് ഗിയർ ഇച്ചിരി തന്നെ. പൈസ തന്നെ താഴോട്ട് പോയി. താഴെ പോയാ പൈപ്പൊക്കെ ടയർ തന്നെ. നിന്റെ ബാക്കല്ലേ തെന്നിപ്പോയുള്ളൂ. ഞാൻ പൈപ്പിന്റെ മേളിൽ കൂടെ കയറി താഴെ അടുപ്പ്. അറ്റവും മൂലയൊക്കെ പിടിച്ചു പിടിച്ചാ പോണം. എടാ അത് കുഴിയായിരുന്നടാ. എന്റെ ബാങ്ക് പോയി. ഞാൻ കാലുകുത്തിന്നോ അവിടെ വീതി കുറേ പൈപ്പായിട്ട് തെന്നിപ്പോ. അല്ലടാ ഞാൻ അവിടെ തന്നെ ആ കുഴി കണ്ട് മേടിച്ച് ഞാനവിടെ കാലുകുത്തി. കാലുകുത്തിയായിരുന്നു. ഞാൻ കുഴി കണ്ടായിരുന്നു. പിന്നെ കുഴിയുടെ സൈഡിൽ കൂടെ പോരാൻ നോക്കിയാ കുഴിക്കാത്ത ബാക്ടീരിയ അടി കുട്ട പോയാ തീർന്നിട്ട് പോയാ കല്ല മൊത്തം. അത്രയും ക്ലോസ് പിടിക്കാൻ പറ്റില്ല. വഴി ബ്ലോക്ക്. ഇല്ലില്ല തൊട്ടടുത്ത് വന്ന പാടാ. ടാസ്ക് ഒട്ടും വീതിയില്ലാത്ത വഴി. നമ്മൾ അവിടെ നിന്ന് കണ്ട മാർക്കറ്റ് നമുക്ക് എങ്ങനെ മണ്ടാച്ചാല് അവിടെ റോഡുണ്ട്. ഇനി ഇതിന്റെ മേളിൽ റോഡുണ്ട്. ആ റോഡ് വഴി നമ്മൾ തിരിച്ചു പോകും. തിരിച്ച് തള്ളിക്കൊണ്ട് പോകും. അങ്ങനെ പയ്യെ വന്നപ്പോൾ എല്ലാവൻ്റെ അടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഗ്യാപ്പ് ഇട്ട് നിൽക്കണം നല്ല കാര്യമുള്ളൂ. അയ്യോ പോകുമായിരുന്നു കേട്ടോ. സ്ഥലമില്ല പറഞ്ഞു. പക്ഷെ പോകുമായിരുന്നു. ഞാൻ പോകുമായിരുന്നു. ഇനി ലാലാ പാടി പോവാം. ലാലാ പാടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴെ കിടക്കുന്നു. ഇതിന് ശങ്കരന്റെ പറമ്പിൽ കൂടെ പോണ്ടി വരും. നമുക്ക് റോട്ടിലോട്ട് കയറിയേക്കാം. റോട്ടിൽ കയറിയേക്കാം. ഇപ്പം എനിക്ക് ഇച്ചിരി സമാധാനമായത്. താഴെ ചുറ്റിട്ട് വന്നാൽ പോയിട്ട് അങ്കമ്പാടി വരപ്പോ. ആ എന്നാ റേസ് പിടിക്കാം. ആടാ നിങ്ങൾക്ക് ജീപ്പ് റോഡാണ് ഈ വഴി കൂടെ. ഈ ഗ്യാപ്പ് ഇട്ടിപ്പോ എല്ലാം കാറ്റടാ. ഇതാണ് സേഫ്. മാറടാ. ഓക്കെ അയ്യോ എടുത്തു വേടാ. അതെ ആ ഇവിടെ നിൽക്കാല്ലേ. ആ വിജയിച്ചെന്ന്. പക്ഷേ ജസ്റ്റ് മിസ്സൊക്കെ അല്ല. ഓ അതെ ജീവനോടെ തിരിച്ചെത്താനല്ലോ. അടുത്ത് കേട്ടോ ഇത് ഇങ്ങനെന്താ വെച്ചാൽ സീനറി. ജീപ്പ് റോഡാണ് മൂലട്ടത്തോട്ടുള്ളത്. അതേ വേണം കിങ്ങിണി പോയി അതൊക്കെ ഏടാട് സൈഡ് ആ കാണുന്നൊക്കെ അങ്ങോട്ട് ഭാഗമുണ്ട് പരിപാടിയൊക്കെ. അപ്പോൾ സംസാരിക്കാൻ പറ്റില്ല വെച്ചാൽ
കിതപ്പാണ് മൊത്തം. നോക്കടാ മടുത്തിരിക്കുവാടാ. ഞങ്ങളുടെ ബാലവാടി ഉണ്ട് ഇവിടെ. ഞാനൊക്കെ പഠിച്ച ബാലവാടിയാണ്. ഞാനും ഇവനും വരല ഇവിടെ പഠിച്ച അങ്കണവാടി സംയോജിത ശിശു വികസന സേവന പദ്ധതി ഇടുക്കി പതിപ്പള്ളി തെക്കും ഭാഗം. ഏതാ കുഞ്ഞ്? പേടിച്ചും ജീവൻ പോയി, ചവിട്ടിയും ജീവൻ പോയി. അതിനല്ല എൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്കിനി നൈസായിട്ട് കയറി പോവാം. നമ്മുടെ പണ്ടത്തെ സീസണല്ലടാ. ഫുള്ള് രണ്ടും മലയാണ്, അപ്പുറം ഇപ്പുറം മലയാണ്, നടുക്ക് ഇത് തോടൊഴുകാണ്. അപ്പോൾ അവിടെ നോക്കിയാലും ഇവിടെ മല, ഇവിടെ നോക്കിയാലും അവിടെയും മല, ചുറ്റും മലയാണല്ലേ. ഇനി വെള്ളമൊക്കെ കുടിച്ച് കുറച്ചേരം ഇവിടെ ഇരിക്കാമല്ലേ? ഏട്ടാ സീസൺ വിളിച്ചാലോ? പിള്ളേരൊന്നും കാണാണ്ടിരുന്നാൽ മതി. പൊടിച്ചൊന്നും പറഞ്ഞു പോയിട്ട് തലയിൽ ഇടിച്ചിങ്ങനെ. നിനക്ക് വെയിറ്റ് കൂടുതലാണോ? അത് ഞാൻ പുറകോട്ട് കിടന്നോണ്ടല്ലേ. താന്ന് പറഞ്ഞു പൊങ്ങിപ്പോണെങ്കിൽ അയ്യോ കയ്യടിക്കല്ലേ, സാധനം അടിച്ച് പോയിരിക്കും. അത് സാധനം പിടിച്ച് കളയണ്ട നമുക്ക്. നമ്മുടെ റൈഡ് കഴിഞ്ഞു കേട്ടോ. റൈഡ് കഴിഞ്ഞല്ല, ജീവനോട് തിരിച്ചെത്തി. ഒത്തിരി ടാസ്ക് ആയി അല്ലേ? നല്ല ടാസ്ക് ആയിരുന്നു. അയ്യത്ര കുഞ്ഞാന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു, എന്നാലും ഇത്ര കുഞ്ഞാന്ന് പ്രതീക്ഷിച്ചില്ല. അതവിടെ ചെന്ന് കഴിയുമ്പോൾ കണ്ട ഇത്ര കുഞ്ഞാന്ന്. അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെ ഒളിച്ചു പിടിച്ച് വന്നു. പൈപ്പായിരുന്നു അതിന്റെ ഇടയിൽ കൂടെ ഈ വണ്ണം പൈപ്പൊക്കെ. അതാ മറ്റേ KCB-യിലോട്ട് വെള്ളം കൊണ്ടുവന്നില്ലേ? ആ പൈപ്പിന്റെ മേലെ കൂടെ കയറി തെന്നിയൊക്കെ താഴെ പോകാൻ തുടങ്ങി. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടാ. മൊത്തം വെള്ളിയായിരുന്നു. ഞങ്ങൾ ഓടി ചെത്തി ഇടം വരെ വേർത്ത് കുളിച്ച്. അതാ ലാസ്റ്റത്തെ സ്പീഡിലുള്ള പറക്കല്. അതിനോടൊക്കെ സ്പീഡിൽ പേടിച്ച് പുറകെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കാൻ. പക്ഷെ തിരിഞ്ഞു നോക്കിയാൽ വഴി വിട്ടുപോയി താഴത്തോട്ട്. അത് തന്നെ, ആള് ഉണ്ടോ വരണുണ്ടോ അതവിടെ കിടക്കണുണ്ടോന്ന് അറിയണ്ടേ അല്ലേ? പുറകെ വന്നവൻ കൂടെ വരണുണ്ടോന്ന് അറിയണ്ടേ? അല്ലെ ഇവിടെ വരെ ഞാൻ വഴി കിടക്കും. കാണുന്നവരെ ഇങ്ങനെ ഞങ്ങൾ ഈ റൈഡ് പോകുന്നതോടെ ഇങ്ങനെ ലൊക്കേഷൻ കാണിക്കണോ അതോ ഒറ്റ റൈഡ് മതിയോ ഒന്നും കൂടെ കമന്റ് ഇടുവാണെങ്കിലേ ആ രീതിയിൽ അങ്ങ് ചെയ്യാമായിരുന്നു. ഒന്നെങ്കിൽ മറ്റേ ഇത് ഒറ്റ ഫുള്ള് റൈഡായിട്ട് ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ പോണ വഴിക്കുള്ള നൈസ് പ്ലേസുകളൊക്കെ കാണിച്ചിട്ട് അതപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണുന്നവരൊന്ന് കമന്റ് ഇടുവാണെങ്കിൽ ആ രീതിയിൽ വീഡിയോ സെറ്റ് ചെയ്യാമല്ലോ. ഇനിയിപ്പം അടുത്ത റൈഡുമായിട്ട് കാണാം അല്ലേ? അടുത്ത റൈഡുമായിട്ട് കാണാം. ടാറ്റാ.